ആ വീടിന്റെ അടിത്തറ ഇളകി തുടങ്ങിയത് നീ അവിടെ വന്നു കയറിയ അന്ന് മുതലാ. അതെ, നിങ്ങൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വഴക്ക് വേണ്ട. രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ. എന്തെങ്കിലുമൊക്കെ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പറഞ്ഞു തീർത്താ പോരെ മോളെ. ദേ, സ്വാതി മോളെ പോലെ തന്നെ പ്രിയപ്പെട്ടതാ എനിക്ക് വേദം മോള്. ഒന്നുമില്ലെങ്കിലും എന്റെ മോനെ ജോലിക്ക് തിരിച്ചെടുത്ത് കമ്പനിയിൽ വലിയൊരു സ്ഥാനത്ത് ആക്കിയ ആളല്ലേ അല്ലേ? ആ ജോലി എങ്ങനെ പോയെന്ന് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? ആര് പറഞ്ഞിട്ടാ രാജീവ് 5 ലക്ഷം രൂപയുടെ തിരിമറി കാണിച്ചത്? അമ്മ പറഞ്ഞിട്ടല്ലേ? ഞാനോ? ദേ വേണേ, അനാവശ്യം പറഞ്ഞോട്ടല്ലോ, എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അത് എപ്പോഴേ മാറിയതാണല്ലോ. 2 വള്ളത്തിൽ കാല് ചവിട്ടിയുള്ള ഈ യാത്ര അമ്മായിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ. അത് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നിനക്കേ അസൂയ. എന്റെ മോൻ നല്ലൊരു സ്ഥാനത്ത് എത്തിയ അന്ന് തുടങ്ങിയതാണ് നിനക്ക് ഈ അസൂയ. അസൂയയോ? എനിക്കോ? കള്ളത്തരം കാണിച്ചിട്ട് ഇറക്കി വിട്ട നിങ്ങളുടെ മകനെയും ഗൗരിയും തിരിച്ച് ആ വീട്ടിലേക്ക് കയറ്റിയത് ഞാൻ നിർബന്ധിച്ചിട്ടാ. അതമ്മ മറക്കരുത്. ഞാനൊന്നും മറന്നിട്ടില്ല. ആ ഗിരി എന്റെ മോനെ പട്ടിയെ തല്ലുന്ന പോലെയല്ലേ ഇട്ട് പെരുമാറിയത് അല്ലേ? അന്ന് നീ ഓടെ ഉണ്ടായിരുന്നല്ലോ. എന്താ നീ അത് തടയാതിരുന്നത്? നീ അത് കണ്ടങ്ങ് സുഖിച്ചു. പക്ഷേ ഈ ഭാനുമതി അതൊന്നും മറക്കുകയും പൊറുക്കുകയില്ല. അതിനാണോ തരം കിട്ടിയപ്പോ ഇവളോടൊപ്പം ചേർന്നത്? പക്ഷെ ഒരു കാര്യം അമ്മ ഓർത്തോ, അമ്മയുടെ മകനും ഭാര്യയും ഇപ്പൊ ഇവള് വളർത്തുന്ന നേർച്ച കോഴികളാ. നീ എന്താ പറഞ്ഞത്? നേർച്ച കോഴികളോ? അതെ, ആവശ്യം കഴിയുമ്പോ കഴുത്ത് വെട്ടാൻ നിർത്തിയിരിക്കുന്ന വെറും നേർച്ച കോഴി. രണ്ടിനെയും കൂടി ഇവള് കറി വെച്ചങ്ങ് തിന്നെന്ന് വരും. നീ എന്താടി പിച്ചും പേയും പറയുന്നു? ഇത്രയും കാലം അവർക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ അവരെ അടിച്ചമർത്തിയത് നീയല്ലേ? ഞാൻ അവരെ നിന്നിൽ നിന്ന് രക്ഷിച്ചു. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ പിന്നാലെ മണം പിടിച്ചു വന്നതാണോ? ചേടാ, അത് ചോദിക്കാൻ ഞാനും മറന്നുപോയി. നീ എന്തിനാ ഇപ്പൊ വന്നത്? ഇവിടെ വന്ന് എന്നോട് വഴക്ക് കൂടാനോ? അല്ല, എത്രയും പെട്ടെന്ന് രാജീവിനെയും ഗൗരിയെയും അവിടുന്ന് ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ നിങ്ങളോട് പറയാൻ അച്ഛനും ഏട്ടനും കൂടി പറഞ്ഞു വിട്ടതാ എന്നെ. ഇവൾക്കൊപ്പം ചേർന്ന് ആ വീട്ടിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ രാജീവും ഗൗരിയും ശ്രമിക്കുന്നത്. അതിനി അവിടെ നടക്കില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ആ വീടിന്റെ അധികാരി ഇപ്പൊ വേദമോള. അപ്പൊ പിന്നെ വേദമോള് പറയുന്നതിനല്ലേ അവിടെ കൂടുതൽ വില കൊടുക്കേണ്ടത്? രാജീവിനെയും ഗൗരിയെയും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണ്ടാന്ന് പറയാനാ വേദമോള് വന്നത്. അതെങ്ങനാ? അല്ലെങ്കിലും അവരവിടെ നിൽക്കുന്നത് നിനക്കിഷ്ടമല്ലല്ലോ. അപ്പോ ആ വീട്ടിൽ നിന്ന് അവരെ വിളിച്ചോണ്ട് പോരില്ലെന്ന് ഉറപ്പാണോ? അതെ, അവരവിടെ തന്നെ നിക്കട്ടെ എന്നാ ഞങ്ങളുടെ തീരുമാനം. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമ്മയല്ലല്ലോ. അച്ഛൻ വരട്ടെ, ഞാൻ അച്ഛനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അയ്യോടാ, സതുവേട്ടൻ ഇവിടെ ഇല്ലല്ലോ. മൂന്നാറ് പോയിരിക്കല്ലേ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരൂ. ഒരു കാര്യം ചെയ്, മോൾ ഇപ്പൊ പോയിട്ട് അപ്പ വാ. അയ്യോ, സമയം കളയണ്ട, വിട്ടോ വിട്ടോ. അങ്കിള് വരുമ്പോ ഞാൻ വിളിക്കാന്ന്. ചെല്ലേ. മോളതെപ്പോ വന്നു? കുറച്ചു നേരായി. അയ്യോ ദൈവമേ, ഓ അങ്ങനെയൊക്കെ വരാൻ കണ്ടൊരു നേരം. ഓ, അവളിത് എല്ലാം കുളവാക്കും. മോളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അങ്കിൾ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ അച്ഛനും ഏട്ടനും കൂടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. എന്താ മോളെ? അയ്യോ, എല്ലാം പോയി, എല്ലാം പോയി. മോള് പേടിക്കണ്ട, അങ്കിൾ ഇതിനെ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അവരെ അവിടെ ഒന്ന് വിളിച്ചുകൊണ്ടുവരാൻ തന്നെയാ എന്റെയും തീരുമാനം. ഞാൻ ഉടനെ വരുന്നുണ്ടെന്ന് മഹേഷ് ഉണ്ടെന്ന് പറഞ്ഞേക്കാം. ഭാനുമതിയുടെ അഹങ്കാരത്തിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. മോള് ധൈര്യമായിട്ട് വെക്കോ? അങ്കിളല്ലേ പറയുന്നത്. ചെല്ല്. ശരി അങ്കിൾ.
ഭാനു, സതേട്ടന് നേരത്തെ എത്തിയോ? ചായ എടുക്കട്ടെ? ഞാൻ ഉടനെ ഒന്നും വരില്ലെന്ന് കരുതിയാണോ നീ ഇവളെ വിളിച്ചു കയറ്റി ഇങ്ങനെ സൽക്കരിച്ച്? അയ്യോ, അത് പിന്നെ നമ്മുടെ മോനെ സഹായിച്ച വേദമോളെ നമുക്ക് മറക്കാൻ പറ്റൂ? നിർത്തടി. അവൻ കാണിച്ച തെണ്ടിത്തരത്തിന് അവനെ അടിച്ച് കൊല്ലേണ്ടതാ. അങ്കിൾ, ഞാൻ വന്നതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട കാര്യമില്ല. നീ എന്തിനാ അവിടെ വന്ന? മഹേഷേട്ടന്റെ വീടിന്റെ ശത്രു ഞങ്ങളുടെയും ശത്രു തന്നെ. അയ്യോ, സതുവേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? വേദമോളെ നല്ല കുട്ടിയാ. ഇതിനെല്ലാം ഉത്തരവാദി നീയാ. മര്യാദയ്ക്ക് പോയി അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴെല്ലാം നീ അതിന് തടസ്സം നിന്നു. ഇനി നീ വരണ്ട, ഞാൻ തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവന്നോളാം. അങ്കിൾ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് പ്ലീസ്. ദയവേത് അവരെ ഇപ്പൊ തിരിച്ചു വിളിക്കരുത്. അത് പറയാനാ ഞാൻ വന്നത്. അക്കാര്യത്തിൽ ഇനിയൊരു ചർച്ചയില്ല. വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാം. അങ്കിൾ, എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ആ വീട് വിട്ടു പോകണം. പകയും പ്രതികാരം കൊണ്ട് നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു വീടിനെയാ, അവിടുത്തെ നന്മയുള്ള കുറച്ച് മനുഷ്യരെയാ. നിനക്ക് ചെറിയ പ്രായമാണ്. കല്യാണം കഴിച്ചൊരു കുടുംബമായി ജീവിക്കേണ്ടതിന് പകരം പ്രതികാരത്തിന്റെ വഴിയാണ് നീ സഞ്ചരിക്കുന്നത്. ഇനി അവരെ ഉപദ്രവിക്കരുത്. അങ്കിൾ, എനിക്കിപ്പോഴുള്ള കുടുംബം അതാണ്. ഇനി എന്റെ ജീവിതം എന്നും അവിടെ തന്നെയായിരിക്കും. എന്റെ പ്രതികാരത്തിൽ വെന്തെരിഞ്ഞു വേണം അവിടെയുള്ള ഓരോ മനുഷ്യരും ജീവിക്കേണ്ടത്. ആ തീയിൽ ഒരു പോറല് പോലും ഏൽക്കാതെ അങ്കിളിന്റെ മകനും മരുമകളും സുരക്ഷിതരായിരിക്കും. അത് ഈ വേദയുടെ വാക്കാണ്. അതുകൊണ്ട് അവരെ വിളിക്കാൻ അങ്കിൾ അവിടേക്ക് വരരുത്. ഇനി അഥവാ വന്നാലും അവരൊരിക്കലും അങ്കിളിനൊപ്പം വരില്ല. പോട്ടെ. അയ്യോ, വേദയെ ഇറക്കിവിടാൻ പുതിയ വഴികൾ അന്വേഷിക്കുകയാണ് നീ അല്ലേ? ഓഹോ, ഇത്രയും വേഗം വിവരം മാഡത്തിന്റെ ചെവിയിൽ എത്തിയോ? എടി, നീ ഒന്ന് ചലിച്ചാ പോലും ഈ ACP വൈശാഖി വർമ്മ അതറിയും. ഇറങ്ങടി ഇങ്ങോട്ട്. എടി, ഇറങ്ങാൻ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേദയ്ക്കെതിരെ ഇനിയും കളി തുടർന്നാൽ ഇതുവരെ കണ്ടതുപോലെ ആവില്ല എന്റെ പ്രതികരണം. അറിയാലോ, ഒരു ഫോഴ്സ് മുഴുവനും ഉണ്ട് എന്റെ ഒപ്പം. അത് പിന്നെ എനിക്കറിയില്ലേ. അധികാരം മാഡത്തിന്റെ കയ്യിലല്ലേ. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക, എന്റെ കൂടെ ആരുമില്ല. എന്നാലും വേദയെ ഞാൻ അവിടെ നിന്ന് അടിച്ചോടിച്ച് വിട്ടിരിക്കും. അത് നിന്റെ വ്യാമോഹം മാത്രമാണ്. ഇനി നീ വേദയ്ക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയാൽ നിന്നെ ഞാൻ പൂട്ടും. അത് കഴിഞ്ഞ തവണത്തെ പോലെ ആവില്ല. പുറത്തിറങ്ങാൻ നീ കുറച്ച് വേർക്കും. മാഡം, ഇതിനപ്പുറം പ്രതിബന്ധങ്ങൾ കടന്നു വന്നവളാ ഈ സ്വാതി. കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഞാൻ എന്റെ കുടുംബത്തെ നോക്കുന്നത്. ആരുമില്ലാതിരുന്ന സ്വാതിക്ക് ഒരു ജീവിതം തന്ന വീടാത്. ആ കുടുംബം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാ ഞാൻ പ്രതികരിക്കും. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ പ്രതികരിക്കും. അപ്പോ കിട്ടിയത് കൊണ്ടൊന്നും നിനക്ക് മതിയായില്ലല്ലേ? ഒന്നിനെയും പേടിയില്ലെന്നുള്ള നിന്റെ ഈ ഭാവം ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങ് മാറ്റും. വേദയെ നീ ഇനി ഉപദ്രവിച്ചാൽ നീയും നിന്റെ ഭർത്താവും ഒരു പാഠം പഠിപ്പിക്കും ഞാൻ. ACP വൈശാഖി വർമ്മ യൂണിഫോമിൽ വന്നിട്ട് പോലും ഈ സ്വാതി ഭയന്നിട്ടില്ല. പിന്നെ പാടത്ത് കോലം കുത്തിയ ഈ വേഷത്തിൽ വന്ന് സ്വാതിയെ ഭയപ്പെടുത്താൻ നോക്കുന്നത്
ഡീ, വേണ്ട മാഡം, നടു റോഡില് നമ്മള് തമ്മില് ഒരു കയ്യാങ്കളി വേണ്ട. ക്ഷമ നശിച്ചു കഴിഞ്ഞാ പിന്നെ ആരാ എന്താന്നൊന്നും ഞാൻ നോക്കില്ല. വാരി വലിച്ച് നിന്നെ ഞാൻ തറയിലടിക്കും. ACP വൈശാഖി വർമ്മ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടുപോകും. നാളെ പത്രത്തില് വാർത്ത വന്നാ അത് മാഡത്തിന് തന്നെയാ നാണക്കേട്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ പോട്ടെ. എന്താ മോളെ? ഒരുപാട് നാളായി അമ്മയുടെ ഫോട്ടോ ഒന്ന് തുടച്ചിട്ട്. ഞാനിതൊന്ന് വൃത്തിയാക്കി വെക്കായിരുന്നു വലിച്ച. നന്നായി. മാറടി. നീ എന്തേ കാണിക്കുന്നേ? ഇനി ഈ ഫോട്ടോ ഇവിടെ വേണ്ട. നീ എന്താടി കാണിച്ചത്? ഈ ഫോട്ടോയിൽ തൊടാൻ പോലും യോഗ്യതയില്ല നിനക്ക്. വലിച്ച ഇവക്ക് നല്ല തല്ലിന്റെ കുറവാ. അത് ഇവൾ അർഹിക്കുന്നുണ്ട്. പക്ഷെ ഇവളൊരു പെണ്ണായി പോയി. ഇല്ലെങ്കിൽ എന്റെ മാരുതിയുടെ ഫോട്ടോ എടുത്തെറിഞ്ഞ ഇവളുടെ വൃത്തികെട്ട കൈ വെട്ടി എറിഞ്ഞേനെ ഞാൻ. ഇവള് വെറുതെ വിടരുത് വലിച്ച. ഇവളെ കൊണ്ട് തന്നെ ഈ ഫോട്ടോ ഇവിടെ വെപ്പിക്കണം. ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കാൻ ഇത് നിന്റെ തറവാട് വീടല്ല. നീ എടുത്തെറിഞ്ഞ ഈ ഫോട്ടോ നീ തന്നെ ഇവിടെ തൂക്കണം. തൂക്കടി. പറഞ്ഞു കേട്ടില്ലേ? മര്യാദയ്ക്ക് വാങ്ങിച്ചു തൂക്കാൻ. എടുത്തെറിഞ്ഞതൊന്നും പിന്നെ ഈ കൈ കൊണ്ട് തൊടില്ല ഈ വേദ. വേണമെങ്കിൽ തന്നെ താനെ അങ്ങ് തൂക്കിയാ മതി. നിന്നോട് മര്യാദയ്ക്ക് അതവിടെ തൂക്കിയിടാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? തല്ലുവോ? എന്നാ തല്ല്. തല്ലാൻ. ആഹാ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യോ? വലിച്ച ആ ഫോട്ടോ തന്നെ ഇവളുടെ കൈ കൊണ്ട് തൊട്ട് ഇനി ഇത് അശുദ്ധമാക്കണ്ട.
മേലിത് ആവർത്തിക്കരുത്. ഈ വീടിന്റെ വിളക്ക അമ്മയുടെ ഓർമ്മകള്. അതിലെങ്ങനെ നിന്റെ ഈ വൃത്തികെട്ട കൈ തൊട്ടാൽ കൊന്നുകളയും ഞാൻ. ഈ അടി ഞാൻ സന്തോഷത്തോടു കൂടിയാ ഏറ്റുവാങ്ങുന്നത്. എന്നെ തല്ലാനുള്ള അധികാരവും അവകാശവും ഗിരിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ഈ അടിയിലൂടെ ഗിരി തെളിയിച്ചു. എനിക്ക് അത് മതി. നിങ്ങൾ എത്ര തല്ലിയാലും ഞാനത് നിന്നുകൊള്ളും. എന്റെ മനസ്സിൽ ഭർത്താവിന്റെ സ്ഥാനത്ത് ഇപ്പോഴും ഗിരി മാത്രമേ ഉള്ളൂ. പെണ്ണുമ്പിള്ളേ, മര്യാദക്ക് സംസാരിക്കണം. എന്റെ ഭർത്താവായി നിൽക്കുന്ന മേലിൽ ഇത്തരം നാറിയ വർത്തമാനങ്ങൾ പറഞ്ഞോ നാവ് പിഴുതെടുക്ക ഞാൻ. ഞാൻ പറഞ്ഞത് സത്യമാ ഗിരി. അതിന്റെ തെളിവാ ഗിരി കെട്ടിയ താലി ഇപ്പോഴും എന്റെ ഈ കഴുത്തി കിടക്കുന്നത്. അതങ്ങോട്ട് വലിച്ചു പിടിച്ച് കളയടാ ഗിരി. അത് ചെയ്യാൻ കഴിയില്ലെന്ന് ഗിരിക്ക് തന്നെ അറിയാം, അല്ലേ ഗിരി? മൗനം സമ്മതം. എനിക്കത് മതി. താങ്ക്സ്. നിങ്ങൾ എന്തിനാ ഗിരിയേട്ട് അവളെ തല്ലിയത്? അതുകൊണ്ടല്ലേ അവൾ ഈ വൃത്തികെട്ട വർത്തമാനം പറഞ്ഞത്? അതോ അവള് പറഞ്ഞതുപോലെ പഴയ പെണ്ണുമ്പിള്ളയുടെ ഇപ്പോഴും സ്നേഹം ബാക്കിയുണ്ടോ? മതി. മര്യാദക്ക് അവളുടെ കഴുത്തിലെ താലി പൊട്ടിച്ച് കളഞ്ഞോണം. ഗിരിയേട്ടന്റെ താലി അണിഞ്ഞ ഒരാളും മതി ഈ വീട്ടില്, ഞാൻ മാത്രം. മനസ്സിലായോ? നിനക്കെന്താടി ഇവിടെ കാര്യം? കാര്യം ഉണ്ടായിട്ടല്ലേ വന്നത്. എനിക്ക് നീലിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കാൻ താല്പര്യമില്ല. ഒരിക്കൽ എന്റെ ഒരു വാക്കിന് വേണ്ടി ഒരുപാട് കാലം എന്റെ പിറകെ നടന്ന ആളല്ലേ. അങ്ങനെ പഴയ കഥകളൊന്നും കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. പഴയതല്ല, പുതിയ ഒരു കാര്യമാ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ അത് കേൾക്കാൻ മനസ്സ് കാണിച്ച നീലിന് തന്നെയാ നല്ലത്. ഇല്ലെങ്കിൽ സ്വാതിയുടെ മുന്നിൽ കുറ്റവാളിയായിട്ട് നിൽക്കേണ്ടി വരും. നിനക്കെന്താ എന്നോട് പറയാനുള്ളത്? നീൽ, എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള സ്വാതിയുടെ നീക്കങ്ങൾ നീൽ തടയണം. നിന്നെ ഇവിടെ നിറക്കി വിടുന്നത് സ്വാതിയുടെ മാത്രം ആവശ്യമല്ല, എന്റെയും കൂടി ആവശ്യമാ. ആഹാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സത്യം സ്വാതിയോട് പറയേണ്ടി വരും. എന്ത് സത്യം? സ്വാതിക്കിനി ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്ന സത്യം. അന്ന് ആശുപത്രിയിൽ നടത്തിയ സർജറിക്ക് പിന്നിലെ യഥാർത്ഥ സത്യം. പിന്നെ അത് നീൽ സ്വാതിയിൽ നിന്ന് ഇത്രയും നാൾ മറച്ചു പിടിച്ചു എന്ന സത്യം. നോ, നീ അക്കാര്യം സ്വാതിയോട് പറയരുത്. എന്റെ സ്വാതി ഒരിക്കലും അത് അറിയരുത്. അത് സ്വാതി അറിഞ്ഞാൽ നഷ്ടം നീലിന് തന്നെയാ. ഒന്നുകിൽ സ്വാതി മാനസികമായി തകർന്നൊടുങ്ങും, അല്ലെങ്കിൽ എന്നേക്കുമായി സ്വാതി നീലിനെ വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. എന്താ നീൽ, അത് വേണോ? വേണ്ട, പ്ലീസ് വേദേ, നീ വെറുതെ ഞങ്ങളുടെ ജീവിതം തകർക്കരുത്. എനിക്ക് ആരുടെയും ജീവിതം തകർക്കാൻ ആഗ്രഹമില്ല. പക്ഷേ സ്വാതിയോട് എനിക്കെതിരെ പടക്കിറങ്ങരുതെന്ന് നീല് പറയണം. വേദേ, നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ആവർത്തിക്കാനാ നീ ഇപ്പോഴും ശ്രമിക്കുന്നത്. നിന്റെ പകയും പ്രതികാരവും എല്ലാം അവസാനിപ്പിച്ച്
നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് നീ തിരികെ പോണം. കുടുംബജീവിതം എനിക്ക് നീലിന് തരാൻ കഴിയോ ഇനി എനിക്കൊരു ജീവിതം? നിങ്ങളെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാ എന്റെ ജീവിതം തകർന്നു പോയത്. ദോഷം മാറാനെന്ന് പറഞ്ഞ് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് അന്ന് പറഞ്ഞപ്പോ അത് സ്വാതിയെ കല്യാണം കഴിച്ച് എന്നെ ചതിക്കാനായിരുന്നു അല്ലേ? ഒരു വർഷത്തേക്ക് സ്വാതിക്ക് കടം കൊടുത്ത് എന്റെ ജീവിതം ഇന്നും തിരികെ കിട്ടിയിട്ടില്ല. എന്നെ ഇങ്ങനെ ഭ്രാന്തിയാക്കിയത് നീൽ മാത്രമാണ്. വേദേ, നീ ഇപ്പൊ ഇറങ്ങിപ്പോ. ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തു പോവാൻ. വേദ, പ്ലീസ്. ഓക്കേ, പോകാം. പക്ഷേ സ്വാതിയെ നിയന്ത്രിക്കണം. നിയന്ത്രിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ സത്യം സ്വാതിയോട് പറയും.